പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് കർഷകർക്കും പങ്കുണ്ടെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. തിരൂരിന്റെ വെറ്റില മഹാത്മ്യം മഹത്തരമാണ്. കർഷകർക്കാവശ്യമായ വായ്പ നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തപാൽ വകുപ്പ് സ്പെഷ്യൽ കവറും മുദ്രയും പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ ലാഭകരമാണ് പുതുതലമുറ നോക്കിക്കാണുന്നത്. തന്റെ മക്കളെ പോലെ കൃഷിയെ സ്നേഹിച്ചിരുന്ന പഴയ തലമുറയെ പലപ്പോഴും വിസ്മരിക്കുന്നു. കോവിഡ് പ്രതിസന്ധി വെറ്റില കർഷകരെ തകർച്ചയിൽ നിന്നും തളർച്ചയിലേക്കാണ് നയിച്ചത്. തിരൂരിന്റെ വെറ്റില മഹാത്മ്യം മഹത്തരമാണ്. കർഷകർക്ക് ആവശ്യമായ വായ്പ നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. തിരൂർ വെറ്റിലയ്ക്ക് വീണ്ടും അംഗീകാരമായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്പെഷ്യൽ കവറും മുദ്രയും പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ് ഒരു കർഷകൻ ഒരു മൊരട് നട്ട് അത് വളർന്നു വരുന്നത് കൗതുകത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി കാണുന്നു. തന്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ കൃഷിയെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിലുണ്ടായി. ഇപ്പോഴ് എല്ലാം ലാഭത്തിന്റെ കണ്ണോടുകൂടി നോക്കുന്ന ഒരു കാലത്താണ്. ഇപ്പൊ ഉദ്യോഗം തേടുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നോക്കുന്നത്. എനിക്ക് എൻ്റെ സംതൃപ്തിക്കനുസരിച്ച് എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരു തൊഴിൽ, എനിക്ക് സേവിക്കാൻ കഴിയുന്ന ഒരു തലം എന്നത് നോട്ടമില്ല. വലിയ പണം, വലിയ പണം കിട്ടുന്ന ഏത് ജോലിക്കാണ് അതിനു വേണ്ടി രക്ഷിതാക്കൾ മക്കളെ തയ്യാറാക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനത്തെ ഒരു കാലത്ത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചായി ആളുകളുടെ ചിന്ത. കൃഷി നടത്തിയാൽ ഇപ്പൊ എത്ര വരുമാനം കിട്ടുക, എന്നാൽ അതിനേക്കാളപ്പുറം ഇങ്ങനെ ഒരു ഫാക്ടറി നടത്തിയാൽ അതിനേക്കാൾ കിട്ടില്ല എന്നുള്ള ചിന്ത വളർന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ കൃഷിക്ക് പൊതുവെ തളർച്ച സംഭവിച്ചിട്ടുണ്ട്. കൃഷിയെ തളർത്തിയതിൽ വലിയ പങ്ക് നമുക്കാണുള്ളത്. അത് കർഷകർക്കും ഒരു പങ്കുണ്ട്. തന്റെ മകന്റെ മേലിൽ ചലിയാവണ്ട, എന്റെ മകൻ ഇതേപോലെ പ്രയാസപ്പെടുന്ന ജീവിതം വേണ്ട എന്ന് കരുതിയ കർഷകരായ രക്ഷിതാക്കൾക്കും കാർഷിക മേഖലയെ തകർത്തതിന് പങ്കുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് വെറ്റില കൃഷിയുടെ മഹാത്മ്യം ലോകത്ത്, വെറ്റില കൃഷിയുടെ ആസ്ഥാനം മാഡം നമ്മൾ തിരു പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് K. ഗീത അധ്യക്ഷയായിരുന്നു. മലപ്പുറം ജില്ലയിലെ 26 പഞ്ചായത്തുകളിലായി 2 സമ്പ്രദായങ്ങളിലൂടെയാണ് തിരുവെറ്റില കൃഷി ചെയ്യുന്നത്. 2018 ഡിസംബർ 20-നാണ് തിരുവെറ്റിലയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ T. നിർമ്മലാദേവി, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ S. ബീന, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി, ബീരാൻകുട്ടി മേലതിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരു ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സ്പെഷ്യൽ കവർ വിൽപ്പനയും ഒരാഴ്ചയിലെ ആധാർ മേളയും സേവിംഗ് ബാങ്ക് തപാൽ ഇൻഷുറൻസ് മേളയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്.